Hi everyone, welcome back to Learnino. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി എന്ന് പറയുന്ന പോർഷനിലെ പാർട്ട് 2 ആണ്, സെക്കൻഡ് പാർട്ടാണ്. സോ ലെറ്റ് us start. എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ. ഒരു എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ ഇൻ ദ ഫോം y is equal to f of x where it takes the form b raised to x, okay, where x is a variable and b is a constant, which is called the base of the function such that b greater than 1. അപ്പോൾ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷന്റെ ഫോം എന്തായിരിക്കും? y is equal to f of x. അതിൽ f of x എന്ന് പറയുന്നത് എന്താ? b raised to x. ഓക്കെ, അപ്പോൾ ഈ b raised to x ൽ b നെ പറയുന്നതാണ് ബേസ് എന്ന് പറയുന്നത്, ബേസ് ഓഫ് ദ ഫംഗ്ഷൻ. ഇനി അതിൽ b യുടെ വാല്യൂ എങ്ങനെയായിരിക്കണം? ഇറ്റ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 1. ക്ലിയർ ആയല്ലോ? അപ്പോൾ b ആണ്, കോൺസ്റ്റന്റ് ആണ്. ഇറ്റ് ഈസ് കോൾഡ് ദ ബേസ് ഓഫ് ദ ഫംഗ്ഷൻ. x എന്ന് പറയുന്നത് ഒരു വേരിയബിൾ ആണ്. സോ മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്ന എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ബേസ് എന്ന് പറയുന്നത് e ആണ്. അതായത് ഈ bക്ക് പകരം നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ടേം ഏതാ? e ആണ്. അപ്പോൾ e-ന് ഒരു വാല്യൂ ഉണ്ട്, ദാറ്റ് ഈസ് 2.71828. ഓക്കെ, ഇതാണ് 2.7 ആണ് നമ്മൾ അപ്രോക്സിമേറ്റ്ലി നമ്മൾ കൺസിഡർ ചെയ്യാറ്. ഓക്കെ, e-യുടെ വാല്യൂ വെൻ ദ ബേസ് ഇസ് 10. ഇനിയിപ്പോൾ സപ്പോസ് ബിയുടെ വാല്യൂ 10 ആവുമ്പോൾ നമ്മൾ അതിനെ പറയുന്ന പേരാണ് കോമൺ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ. ക്ലിയർ ആയല്ലോ? കോമൺ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ. സോ ബേസിക്കലി ഒരു എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ പറഞ്ഞാൽ എന്താ? y is equal to f of x, that is b raised to x. അതിൽ x എന്ന് പറയുന്നത് വേരിയബിൾ ആണ്, b എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്, which is called the base of the function. അതിന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. ഇനി ഈ b എന്ന് പറയുന്നത് ഈക്വൽ ടു e ആണെങ്കിൽ, നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്നത് e എന്ന് പറയുന്ന ടേം ആണ്, അതിന്റെ വാല്യൂ 2.71828 ആണ്. അപ്പോൾ b is equal to e വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെ കോമൺ ആയിട്ട് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ബേസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യാറ്. ഇനി b 10 ആയിട്ട് കൺസിഡർ ചെയ്താലോ അതിനെ നമ്മൾ കോമൺ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ എന്ന് നമ്മൾ പറയാറുണ്ട്. ഓക്കെ, നോട്ട്. ഇനി ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് പോയിന്റ്സ് കൺസിഡർ ചെയ്യാനുള്ളത്, ഡൊമൈൻ ഇസ് ഈക്വൽ ടു ആർ. അപ്പോൾ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷന്റെ ഡൊമൈൻ എന്തായിരിക്കും? ആർ ആയിരിക്കും. ആർ എന്ന് പറയുന്നത് എന്താ? സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ്. അപ്പോൾ ഡൊമൈനിൽ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് ഇൻക്ലൂഡഡ് ആണ്. ഇനി റേഞ്ച് എന്ന് പറയുന്നത് എന്തായിരിക്കും എക്സ്പോണൻഷ്യൽ ഫംഗ്ഷന്റെ? ആർ പ്ലസ് ആണ്. പ്ലസ് ഉദ്ദേശിക്കുന്നത് എന്താ? ഓൾ പോസിറ്റീവ് റിയൽ നമ്പേഴ്സ്. ക്ലിയർ ആയല്ലോ? ഡൊമൈൻ എന്ന് പറയുന്നത് ആർ ആണ്, സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ്. പക്ഷെ റേഞ്ച് എന്ന് പറയുന്നത് ആർ പ്ലസ് ആണ്, അതായത് സെറ്റ് ഓഫ് ഓൾ പോസിറ്റീവ് റിയൽ നമ്പേഴ്സ്. ഇനി ദ പോയിന്റ് 0,1 ലൈസ് ഓൾവേസ് ഓൺ ദ ഗ്രാഫ്. ഓക്കെ, 0,1 ലൈസ് ഓൾവേസ് ഓൺ ദ ഗ്രാഫ് ഓഫ് ദ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ. ഗ്രാഫ് നെക്സ്റ്റ് സ്ലൈഡിൽ വരുന്നുണ്ട്, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് ഒരു 2-3 പോയിന്റ്സ് ശ്രദ്ധിക്കുക. ഈ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷനിൽ പോയിന്റ് 0,1 x, y-ലെ 0,1 എന്ന് പറയുന്നത് എപ്പോഴും ഗ്രാഫിൽ ഉണ്ടാവും. ആസ് വി മൂവ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്, ഈ ഗ്രാഫിൽ ലെഫ്റ്റ് ടു റൈറ്റ് മൂവ് ചെയ്യുമ്പോൾ ഗ്രാഫ് റൈസസ് എബവ്. ഓക്കെ, ഗ്രാഫിൽ റൈസസ് എബവ് ആണ്, നമുക്ക് അതിന്റെ ആ ഒരു നേച്ചർ കണ്ടാൽ മനസ്സിലാവുക. ഫോർ ദ ലാർജ് സെറ്റ് ഓഫ് നെഗറ്റീവ് വാല്യൂസ് ഓഫ് എക്സ്, ദ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ഇസ് വെരി ക്ലോസ് ടു എക്സ് ആക്സിസ് ബട്ട് നെവർ മീറ്റ്സ് ഇറ്റ്. ഇപ്പോൾ ശ്രദ്ധിക്കാം, ലാർജ് സെറ്റ് ഓഫ് നെഗറ്റീവ് വാല്യൂസ് ഓഫ് എക്സ്, അതായത് എക്സിന്റെ വാല്യൂ മോർ നെഗറ്റീവ് വാല്യൂസ് ആയി കഴിഞ്ഞാൽ നമുക്ക് എന്താ സംഭവിക്കുക? ഫംഗ്ഷൻ എന്തായിരിക്കും? ക്ലോസ് ടു എക്സ് ആക്സിസ് ആയിരിക്കും, പക്ഷെ ഒരിക്കലും എക്സ് ആക്സിസിനെ മീറ്റ് ചെയ്യില്ല. അപ്രോച്ചസിനെ പറയുന്നുള്ളൂ, എക്സാക്ട്ലി മീറ്റ് ചെയ്യില്ല. നെക്സ്റ്റ് ഫംഗ്ഷൻ ആണ് ലോഗരിഥമിക് ഫംഗ്ഷൻ. Suppose b greater than 1 is a real number such that logarithm of a function to base b, that logarithm of x logarithm of a to the base b, okay, അങ്ങനെയാണ് മെൻഷൻ ചെയ്യുന്നത്, is x if b raised to x is equal to a. ക്ലിയർ ആയല്ലോ? അതായത് ലോഗരിതം ഓഫ് a to the base b. അപ്പം എക്സാക്ട്ലി മെൻഷൻ ചെയ്യുന്നത് ഇവിടെയാണ്, ലോഗരിതം ഓഫ് a to the base b. ക്ലിയർ ആയോ? അപ്പോൾ ഈ b ആണ് സബ്സ്ക്രിപ്റ്റ് ആയിട്ട് എഴുതിയിട്ടില്ലേ, അതാണ് ബേസ് എന്ന് പറയുന്നത്. ലോഗരിതം ഓഫ് a to the base b is x, അതായത് is equal to x if b raised to x is equal to a. ക്ലിയർ ആയല്ലോ? b raised to x a ആണെങ്കിൽ then log a to the base b എന്തായിരിക്കും? x ആയിരിക്കും if b raised to x is equal to a. ക്ലിയർ ആയല്ലോ? അപ്പോൾ b raised to x എന്ന് പറയുന്നത് a ആണെങ്കിൽ log a to the base b എന്താണ്? x ആണ്. if the base b is equal to 10, നമ്മൾ നേരത്തെ എക്സ്പോണൻഷ്യലിൽ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ബേസ് b എന്ന് പറയുന്നത് 10 ആണെങ്കിൽ അതിനെ പറയുന്നത് എന്താ? കോമൺ ലോഗരിതം. ആൻഡ് b is equal to e ആണെങ്കിലോ അങ്ങനെ അതിനെ പറയുന്നതാണ് നാച്ചുറൽ ലോഗരിതം. ക്ലിയർ ആയല്ലോ? b is equal to 10 വരികയാണെങ്കിൽ കോമൺ ലോഗരിതം എന്നാണ് പറയാറ്, ആൻഡ് b is equal to e വരികയാണെങ്കിൽ നാച്ചുറൽ
ലോഗരിതം എന്നാണ് പറയാറ്. ഓക്കെ, ജനറലി ദ നാച്ചുറൽ ലോഗരിതം ഇസ് ഡിനോട്ടഡ് ബൈ ln. സപ്പോസ് b ഇസ് ഈക്വൽ ടു e ആണെങ്കിൽ നമ്മൾ നാച്ചുറൽ ലോഗരിതം ആണല്ലോ പറയുന്നത്, അപ്പോൾ അതിന് ln എന്നാണ് പറയാറ്. അതായത് log log എന്ന് എഴുതുന്നതിന് പകരം നമ്മൾ നാച്ചുറൽ ലോഗരിതം ദാറ്റ് ഇസ് ln ആണ് നൊട്ടേഷൻ യൂസ് ചെയ്യാറ്. ഇനി ഇതിനെ ബേസ് ചെയ്തിട്ട് സെയിം കുറച്ച് പോയിന്റ്സ് ശ്രദ്ധിക്കാം. ഡൊമൈൻ ഇസ് ഈക്വൽ ടു r പ്ലസും റേഞ്ച് എന്ന് പറയുന്നത് r ആണ്. അപ്പോൾ r പ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഓൾ പോസിറ്റീവ് റിയൽ നമ്പേഴ്സും, റേഞ്ച് എന്ന് പറയുന്നത് എന്താ? r ഓൾ റിയൽ നമ്പേഴ്സ് ഇൻക്ലൂഡഡ് ആണ്. ഇവിടെ 0.10 എക്സ്പോണൻഷ്യൽ 0.1 ആയിരുന്നു, ഇവിടെ 1.0 ആണ് വരിക. ഇറ്റ് ഓൾവേസ് ലൈസ് ഓൺ ദ ഗ്രാഫ് ഓഫ് ദ ലോഗ് ഫംഗ്ഷൻ. ആസ് വി മൂവ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്, ഇതും അതേപോലെ തന്നെ ലെഫ്റ്റ് ടു റൈറ്റ് മൂവ് ചെയ്യുമ്പോൾ ഗ്രാഫ് റൈസസ് എബവ്. ഇനി ഫോർ എക്സ് വെരി ക്ലോസ് ടു 0, എക്സിന്റെ വാല്യൂ ക്ലോസ് ടു 0 ആണെങ്കിൽ ഗ്രാഫ് ഓഫ് ദ ലോഗ് ഫംഗ്ഷൻ എന്തായിരിക്കും? ഇറ്റ് ഗെറ്റ്സ് വെരി ക്ലോസ് ടു y ആക്സിസ് ബട്ട് നെവർ മീറ്റ്സ് ഇറ്റ്. ക്ലിയർ ആയല്ലോ? എക്സിന്റെ വാല്യൂ വെരി മച്ച് ക്ലോസർ ടു 0 ആവുമ്പോൾ, അതായത് എക്സിന്റെ വാല്യൂ അപ്രോച്ചിങ് ടു 0 ആവുമ്പോൾ ഗ്രാഫ് എന്തായിരിക്കും? വെരി ക്ലോസ് ടു y ആക്സിസ് ആവും, പക്ഷെ ഒരിക്കലും നേരത്തെ പോലെ മീറ്റ് ചെയ്യില്ല. അപ്പോൾ ഇതാണ് ഗ്രാഫ് വരുന്നത്. ഓക്കെ, ഇപ്പോൾ y ഇസ് ഈക്വൽ ടു e റേസ് ടു എക്സ്, അപ്പോൾ ഇത് എക്സ്പോണൻഷ്യലിന്റെ, ആൻഡ് ഇവിടെ y ഇസ് ഈക്വൽ ടു ലോഗ് എക്സ് ടു ദ ബേസ് ഇ. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മൾ ലോഗരിതം ഫംഗ്ഷൻ്റെ. ക്ലിയർ ആയല്ലോ? ഇതാണ് രണ്ട് ഗ്രാഫ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഈ രണ്ട് പോയിന്റ്സ് നോക്കിയാൽ അറിയാം. എക്സ്പോണൻഷ്യൽ നമ്മൾ നോട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പോയിന്റ് 0.1 ലൈസ് ഓൺ ദ ഗ്രാഫ് എന്നല്ലേ. അതേപോലെ 1.0 ലോഗ് ഫംഗ്ഷന്റെ കേസിൽ പറഞ്ഞു. പിന്നെ അത് മാത്രമല്ല കൂടുതൽ നെഗറ്റീവ്, എക്സിന്റെ കൂടുതൽ നെഗറ്റീവ് വാല്യൂസിന് എന്താ സംഭവിക്കുക? ഗ്രാഫ് എന്ന് പറയുന്നത് അപ്രോച്ചസ് ടു എക്സ് ആക്സിസ് ആണ്, പക്ഷെ ഒരിക്കലും മീറ്റ് ചെയ്യില്ല കേട്ടോ. അപ്പോൾ ഇതിന്റെ മീനിങ് എന്ന് പറയുന്നത് എക്സ് ആക്സിസ് മീറ്റ് ചെയ്യണമെന്നല്ല, ഇറ്റ് അപ്രോച്ചസ് ടു എക്സ് ആക്സിസ്. ഗ്രാഫ് കൂടുതൽ എക്സ് ആക്സിസിലേക്ക് ക്ലോസ് ആവും എന്നാണ് പറയുന്നത്. പിന്നെ അത് മാത്രമല്ല, ഇനി നമുക്ക് അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഗ്രാഫ് ലെഫ്റ്റ് ടു റൈറ്റ് മൂവ് ചെയ്യുമ്പോൾ ഗ്രാഫ് റൈസസ് എബവ്. ഓക്കെ, അതേപോലെ തന്നെ ഇവിടെ നോക്കിയാൽ അറിയാം എക്സ്, അതായത് ലെഫ്റ്റ് ടു റൈറ്റ് മൂവ് ചെയ്യുമ്പോൾ നമുക്ക് ഗ്രാഫ് എന്താണ്? റൈസസ് എബവ് ആണ്. പിന്നെ അത് മാത്രമല്ല എഗെയിൻ നമുക്ക് ഇവിടെ അപ്രോച്ചസ് ടു അല്ലെ, അപ്പൊ എക്സിന്റെ വാല്യൂ അപ്രോച്ചസ് ടു 0, എക്സിന്റെ വാല്യൂ കൂടുതൽ 0 ആവുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമുക്ക് y എന്ന്, അതായത് ഈ ലോഗ് ഫംഗ്ഷൻ എന്തായിരിക്കും? അതിന്റെ ഗ്രാഫ് കൂടുതൽ y ആക്സിസിലേക്ക് അപ്രോച്ച് ചെയ്യും, പക്ഷെ ഒരിക്കലും മീറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഇൻ ദ എബവ് ഗ്രാഫ് നമുക്ക് y ഇസ് ഈക്വൽ ടു e റേസ് ടു എക്സും y ഇസ് ഈക്വൽ ടു ln എക്സും. ഓക്കെ, രണ്ട് എക്സ്പോണൻഷ്യലും പിന്നെ ലോഗരിതം, ഇത് രണ്ടും കൂടി കമ്പയർ ചെയ്താൽ എന്താ മനസ്സിലാണ്? രണ്ടും മിറർ ഇമേജസ് ഓഫ് ഈച്ച് അതർ ആണ് അല്ലെ. രണ്ടും നോക്കിയിട്ട് അറിയാം മിറർ ഇമേജസ് ഓഫ് ഈച്ച് അതർ ആണ്. ഇതൊന്ന് ഇറേസ് ചെയ്തോട്ടെ. സോ ഇത് നോക്കിയാൽ തന്നെ അറിയാം മിറർ ഇമേജസ് ഓഫ് ഈച്ച് അതർ ആണ് അല്ലെ. ഈ രണ്ട് ഗ്രാഫ്സും മിറർ ഇമേജസ് ആണ്. ആൻഡ് അതായത് റിഫ്ലക്റ്റഡ് ഓവർ ദ ലൈൻ y is equal to x അല്ലെ. ഈ y is equal to x എന്ന് പറയുന്ന ലൈന് റിഫ്ലക്റ്റഡ് ആയിട്ടാണ് നമുക്ക് ഈ രണ്ട് ഇമേജസും മിറർ ഇമേജസ് ആയിട്ട്, രണ്ട് ഗ്രാഫ്സും മിറർ ഇമേജസ് ആയിട്ട് കിട്ടുക. നെക്സ്റ്റ് വൺ, റൂൾസ് ഓഫ് എക്സ്പോണൻഷ്യൽ ആൻഡ് ലോഗരിതമിക് ഫംഗ്ഷൻസ്. അപ്പോൾ നമുക്ക് കുറച്ച് റൂൾസ് ഫോളോ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതായത് എക്സ്പോണൻഷ്യൽ ലോഗരിതമിക് ഫംഗ്ഷൻസിന്റെ ബേസിൽ നമുക്ക് കുറച്ച് റൂൾസ് ഫോളോ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. സോ ഇവിടെ എക്സ്പോണൻഷ്യൽ ആദ്യം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. a raised to x into a raised to y, അതായത് പ്രോഡക്റ്റ് ആണ്. അപ്പോൾ നമുക്ക് പവേഴ്സ് തമ്മിൽ ആഡ് ചെയ്യാം, a raised to x plus y. ഇനി ഡിവിഷൻ ആണെങ്കിലോ a raised to x by a raised to y ആണെങ്കിൽ പവേഴ്സ് എന്ത് ചെയ്യണം? സബ്ട്രാക്ട് ചെയ്യണം. പ്രോഡക്റ്റ് ആയി വന്നാൽ പവേഴ്സ് ആഡ് ചെയ്യുക, ഡിവിഷൻ ആയിട്ട് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? പവേഴ്സ് സബ്ട്രാക്ട് ചെയ്യാം. ഇനി a x ഹോൾ റേസ് ടു y നെ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? a x ഹോൾ റേസ് ടു y ൽ ഇവിടെ ചെറിയൊരു കറക്ഷൻ ഉണ്ട്, അതായത് a raised to x raised to y ആണ്. ഓക്കെ, അതായത് a raised to x raised to y നെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? പവേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം, ദാറ്റ് ഇസ് a raised to x y. ക്ലിയർ ആയി? ഇനി a raised to x into b raised to x നെ നമുക്ക് എന്തായിട്ട് എഴുതാൻ പറ്റും? അതായത് സെയിം പവർ ആണ് അല്ലെ. a raised to x into b raised to x എന്ന് പറയുമ്പോൾ രണ്ടിലും പവർ സെയിം ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആ രണ്ട് ബേസും കൂടി ഒരുമിച്ച് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതിയിട്ട് രണ്ടിനും കോമൺ ആയിട്ട് ഒരു പവർ കൊടുത്താൽ മതി, a b raised to x. അതേപോലെ a by b ഹോൾ റേസ് ടു x നെ സ്പ്ലിറ്റ് ചെയ്യാം, പവേഴ്സ് സെയിം പവർ അല്ലേ, സ്പ്ലിറ്റ് ചെയ്യാം a raised to x by b raised to x. ഇനി a raised to 0 നമുക്കറിയാം ഏതൊരു ടേം raised to 0 എന്ന് പറയുന്നത് വാല്യൂ എന്താ? 1 ആണ്. ഇനി a raised to minus x, അതായത് പവർ മൈനസ് വന്നാൽ നമുക്ക് റെസിപ്രോക്കൽ എടുക്കുമ്പോൾ പവർ പ്ലസ് ആയിട്ട് എഴുതാം. ഇതാണ് എക്സ്പോണൻഷ്യലിലെ റൂൾസ്. ഇനി നെക്സ്റ്റ് പറയുന്നത് ലോഗറിതമിക് റൂൾസ് ആണ്. അപ്പോൾ ലോഗ് എക്സ് ഇൻറ്റു വൈ ടു ദ ബേസ് ബി എന്ന് പറയുന്നത് എന്താ? ലോഗ് എക്സ് ടു ദ ബേസ് ബി പ്ലസ് ലോഗ് വൈ ടു ദ ബേസ് ബി. അതായത് പ്രോഡക്റ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ, ലോഗിൻ്റെ ഉള്ളിൽ പ്രോഡക്റ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് സെപ്പറേറ്റ് ആയി ലോഗ് എടുത്തിട്ട് ആഡ് ചെയ്യാം. ഓക്കെ, ഇനി ലോഗ് എക്സ് ബൈ വൈ ടു ദ ബേസ് ബി എന്താണ്? ലോഗ് എക്സ് ടു ദ ബേസ് ബി മൈനസ് ലോഗ് വൈ ടു ദ ബേസ് ബി. അപ്പോൾ നമുക്ക് ഡിവിഷൻ വന്നു കഴിഞ്ഞാൽ പ്ലസ് ചെയ്യണം പകരം എന്ത് ചെയ്യണം? സബ്ട്രാക്ട് ചെയ്യണം, മൈനസ് ചെയ്യണം. ഇനി ലോഗ് എക്സ് റേസ് ടു എം ടു ദ ബേസ് ബി എങ്ങനെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും? എം ഇൻറ്റു ലോഗ് എക്സ് ടു ദ ബേസ് ബി.
ക്ലിയർ ആയല്ലോ? അതായത് എക്സിന്റെ പവർ ഇല്ലേ അത് കോഎഫിഷ്യന്റ് ആയിട്ട് എഴുതാം, m into log x to the base b. നെക്സ്റ്റ് വൺ log p square to the base b എന്ന് പറയുന്നത് log p to the base b plus log p to the base b. ഓക്കെ, അതായത് 2 log p. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇപ്പോൾ നേരത്തെ ഈ ഒരു റൂള് പറഞ്ഞില്ലേ, log x raised to m നെ നമ്മൾ എന്താ പറഞ്ഞത്, m log x പറഞ്ഞു അല്ലേ? അതേപോലെ തന്നെ log p square അപ്പം എന്താവും 2 log p ആവും. അത് സെയിം റൂൾ തന്നെ കേട്ടോ. ഇനി log p to the base ചെയ്യുന്നുണ്ട് log p to the base b divided by log a to the base b. ഇങ്ങനെയും നമുക്ക് അതിനെ നൊട്ടേഷൻ പോലെ കൊടുക്കാം. അതായത് log p to the base a ആണ്, അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെ എഴുതാം, log p to the base b divided by log a to the base b ഇങ്ങനെയും എഴുതാം. അപ്പോൾ കോമൺ ആയിട്ട് ഈ റൂൾസ് ഒക്കെയാണ് കൺസിഡർ ചെയ്യാറ്. ഓക്കെ, ഇതങ്ങനെ കാണാറില്ല. ഇനി log 1 to the base b is equal to 0 ആണ്. ലോഗരിതം ഓഫ് 1 എന്താ വാല്യൂ 0 ആണ്. log b to the base b, അതായത് നമ്മൾ ഏതിൻ്റെയാണ് ലോഗ് എടുക്കണേ ആ ബേസും ആ നമ്പർ തന്നെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ എന്താ 1 ആണ്. അത് ശ്രദ്ധിക്കുക കേട്ടോ. സെയിം ബേസ് തന്നെ വരിക, നമ്പർ അത് ആ നമ്പറിൻ്റെ അതേ നമ്പറിൻ്റെ ലോഗ് വേണമെങ്കിൽ വാല്യൂ 1 ആണ്. പിന്നെ അത് മാത്രമല്ല log b raised to x to the base b എന്താ, ഇവിടെ അഗെയിൻ ഈ നമ്പർ അതായത് log b raised to x ആണ്, പക്ഷെ ആ സെയിം b ആണ് വന്നിരിക്കുന്നത് ബേസ് ആയിട്ട്. സോ പവർ എന്താണോ അതാണ് ആൻസർ ആയിട്ട് വരിക, x ആണ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് വൺ ഡെറിവേറ്റീവ് ഓഫ് എക്സ്പോണൻഷ്യൽ ആൻഡ് ലോഗരിതമിക് ഫംഗ്ഷൻ. ഇനി നമുക്ക് എക്സ്പോണൻഷ്യൽ ലോഗരിതമിക് ഫംഗ്ഷൻസ് എന്താണെന്ന് നോക്കി അല്ലേ, അപ്പോൾ അതിൻ്റെ ഗ്രാഫ് ഡിസ്കസ് ചെയ്തു. ഇനി അതിൻ്റെ ഡെറിവേറ്റീവ്സ് എങ്ങനെ കൺസിഡർ ചെയ്യാൻ നോക്കാം. ഡെറിവേറ്റീവ് ഓഫ് ഇ റേസ് ടു എക്സ്, ഇപ്പോൾ ഇ റേസ് ടു എക്സ് ആണ് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ അല്ലേ. ബേസിക്കലി നമ്മൾ ഇ ആണ് ബേസ് ആയിട്ട് എടുക്കാറ്. സോ ആ ഇ റേസ് ടു എക്സ് കൺസിഡർ ചെയ്യാം. വിത്ത് റെസ്പെക്ട് ടു എക്സ് എങ്ങനെയാണ് നമ്മൾ എഴുതാറ്, ഡി ബൈ ഡി എക്സ് ഓഫ് ഇ റേസ് ടു എക്സ് അല്ലേ. വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ്, അതാണ് ഡി ബൈ ഡി എക്സ്. ഇനി ഇ റേസ് ടു എക്സ് ആണ് ഫംഗ്ഷൻ, അപ്പോൾ എന്ത് വരും, ഇ റേസ് ടു എക്സ് തന്നെ വരും. അപ്പോൾ ഇ റേസ് ടു എക്സിന്റെ ഡെറിവേറ്റീവ് എന്താ, ഇ റേസ് ടു എക്സ് തന്നെയാണ്. ഇനി ഡെറിവേറ്റീവ് ഓഫ് log x വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്താ 1 ബൈ എക്സ് ആണ്. ക്ലിയർ ആയല്ലോ? ഇ റേസ് ടു എക്സിന്റെ ഇ റേസ് ടു എക്സ് തന്നെയാണ്, log എക്സിന്റെ 1 ബൈ എക്സ് ആണ്. ഇനി ഈ രണ്ട് ഫോർമുലയും യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ ഒരു ചെറിയൊരു മോഡിഫിക്കേഷൻ, അതായത് ഡി ബൈ ഡി എക്സ് ഓഫ് ഇ റേസ് ടു എ എക്സ്, അതായത് പവറിൽ എക്സിന് പകരം എ എക്സ് വന്നു. അപ്പോൾ എന്താണ് ചേഞ്ച് വരിക, അതായത് എക്സിന്റെ കോഎഫിഷ്യന്റ് എന്താണോ പവറിലുള്ളത് അതേ കോഎഫിഷ്യന്റ് നമ്മൾ താഴെ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുക, അത്രയേ ഉള്ളൂ. സപ്പോസ് ഇ റേസ് ടു 2x ആണെങ്കിൽ എങ്ങനെ എഴുതണം, 2 ഇ റേസ് ടു 2x. ആ ഒരു ചേഞ്ച് മാത്രമേ വരുന്നുള്ളൂ. എക്സിന്റെ കോഎഫിഷ്യന്റ് എന്താണ് പവറിൽ വരുന്നത് അത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം. നെക്സ്റ്റ് വൺ nth ഡെറിവേറ്റീവ് ഓഫ്, ഇവിടെ ഈ ഒരു ടേം എന്ന് പറയുന്നത് ഇ റേസ് ടു എ എക്സ് ആണ്, ഇ എ എക്സ് അല്ല, ഇ റേസ് ടു എ എക്സ് ആണ്, ശ്രദ്ധിക്കാം. ഓക്കെ, ഇതൊരു ചെറിയ കറക്ഷൻ ഉണ്ട്. വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇസ്, ഇനി nth ഡെറിവേറ്റീവ് ഓഫ് ഇ റേസ് ടു എക്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ സപ്പോസ് ഈ ഇ റേസ് ടു 2xന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ്, അതായത് ജസ്റ്റ് ഒരു ഡെറിവേറ്റീവ് കണ്ടു, അപ്പോൾ നമുക്ക് എന്താ വരിക 2 ഇ റേസ് ടു 2x. ഇനി സെക്കൻഡ് ഡെറിവേറ്റീവ് കാണാം, അപ്പോൾ ഇവിടെ 2 ഇ റേസ് ടു 2xന്റെ വീണ്ടും ഡെറിവേറ്റീവ് കാണാം, അതല്ല സെക്കൻഡ് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ ഇ റേസ് ടു 2x ഡബിൾ ഡാഷ് വരും, ദാറ്റ് ഈസ് 2 ഇ റേസ് ടു 2xന്റെ ഡെറിവേറ്റീവ്. അപ്പോൾ 2 ഓൾറെഡി ഉണ്ട് അവിടെ. ഇനി ഇ റേസ് ടു 2xന്റെ എന്താ 2 ഇ റേസ് ടു 2x. അപ്പോൾ ഇവിടെ 2 ഇൻറ്റു 2 എത്ര തവണ വന്നു, 2 ടൈംസ് വന്നു. അപ്പോൾ ഡബിൾ ഡെറിവേറ്റീവ് എടുത്തപ്പോൾ 2 ടൈംസ് വന്നു. എഗെയിൻ ഡെറിവേറ്റീവ് കണ്ട 1 മോർ ടൈം. സോ nth ഡെറിവേറ്റീവിൽ എന്തായിരിക്കും, എയുടെ പവർ എന്തായിരിക്കും, n ആയിരിക്കും, കാരണം എ n ടൈംസ് വന്നിട്ടുണ്ട് പ്രോഡക്റ്റ് ആയിട്ട്. സോ എ റേസ് ടു n ഇൻറ്റു ഇ റേസ് ടു എ എക്സ് വരും. നെക്സ്റ്റ് ടോപ്പിക് ലോഗരിതമിക് ഡിഫറൻസിയേഷൻ. അപ്പോൾ ലോഗ് ഫംഗ്ഷന്റെ ഡിഫറൻസിയേഷൻ എങ്ങനെയാണ് കാണാൻ നോക്കാം. This is a method to find the derivatives of some complicated functions of the form. അതായത് ലോഗരിതമിക് ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ഫംഗ്ഷൻസിന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ഇപ്പോൾ സപ്പോസ് y is equal to f of x, അവിടെ f of x എന്ന് പറയുന്നത് u of x raised to v of x ആണ്. ഓക്കെ, u of x ന്റെ പവർ ആണ് v of x. അതായത് u എന്ന് പറയുന്നത് ഡിപ്പെൻഡ്സ് ഓൺ x, ഒരു ഫംഗ്ഷൻ ആണ്. അഗെയിൻ അത് റേസ് ടു ഒരു പവർ എന്ന് പറയുന്നത് എന്താ, another ഫംഗ്ഷൻ ഡിപ്പെൻഡിങ് അപ്പോൺ x ആണ്. സോ അങ്ങനെ വരികയാണെങ്കിൽ ആ കേസിൽ നമുക്ക്, ഇപ്പോൾ ഇതാണല്ലോ y എന്ന് പറയുന്നത്, ആ കേസിൽ yയുടെ ഫോം എന്ന് പറയുന്നത് ഇങ്ങനെയാണെങ്കിൽ u of x raised to v of x, ഈ ഒരു ഫോമിലാണെങ്കിൽ ഇവിടെയാണ് നമ്മൾ ലോഗരിതമിക് ഡിഫറൻസിയേഷൻ യൂസ് ചെയ്യുക. അപ്പോൾ dy by dx എന്ന് പറയുന്നത് y ഏറ്റവും ഔട്ട്സൈഡ് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, y ഇൻറ്റു ഫസ്റ്റ് ടേം എങ്ങനെ വരിക, v of x by u of x, അതായത് v of x by u of x into u dash of x. ഈ ഡാഷ് എന്താ ഉദ്ദേശിക്കുന്നത്, ഫസ്റ്റ് ഒരു ഡാഷ് ഉള്ളൂ, സോ ഫസ്റ്റ് ഡെറിവേറ്റീവ് ആണ് ഓഫ് u of x. ദെൻ പ്ലസ് സെക്കൻഡ് ടേം എന്താ വരിക, log u of x പ്ലസ് v dash of x. ക്ലിയർ ആയല്ലോ?
ഇങ്ങനെയാണ് ഡെറിവേറ്റീവ് കാണുന്നത്. നെക്സ്റ്റ് ഡെറിവേറ്റീവ്സ് ഓഫ് ഫംഗ്ഷൻസ് ഇൻ പാരാമെട്രിക് ഫോം. അപ്പോൾ എങ്ങനെയാണ് ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത്? നമുക്കിപ്പോൾ പാരാമെട്രിക് ഫോമിൽ എങ്ങനെയാണ് ഡെറിവേറ്റീവ്സ് കാണാൻ നോക്കാം. When a function y of x is represented using a third variable, okay, then it is known as parametric form. അപ്പോൾ y of x എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷൻ, അത് നമ്മളൊരു തേർഡ് വേരിയബിൾ ആയിട്ട് നമ്മൾ അതിനെ റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ അതിനാണ് പാരാമെട്രിക് ഫോം എന്ന് പറയുന്നത്. ബേസിക്കലി നമ്മൾ ടി ആണ് നമ്മൾ പാരാമെട്രിക് ഫോമിൽ റെപ്രസെന്റ് ചെയ്ത് യൂസ് ചെയ്യുന്ന വേരിയബിൾ. ഓക്കെ, ഈ തേർഡ് വേരിയബിൾ പറഞ്ഞില്ലേ, ബേസിക്കലി നമ്മൾ ടി ആണ് കൺസിഡർ ചെയ്യാറ് നൊട്ടേഷൻ ആയിട്ട്. സോ എ റിലേഷൻ ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ ദ ഫോം x equal to f of t and y is equal to g of t. Thus a parametric form representation with parameter as t. Clear ആയില്ല? അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എന്താ, നമുക്കിപ്പോൾ ഒരു ഫംഗ്ഷൻ ഇൻ ടേംസ് ഓഫ് എക്സ് ആൻഡ് വൈ, ഓക്കെ, ഫംഗ്ഷൻ ടേംസ്, അതായത് y is equal to f of x അല്ലേ, y is equal to f of x ജനറലി നമ്മൾ ഡിനോട്ട് ചെയ്യാറ്. അപ്പോൾ ഇവിടെ നമ്മൾ എക്സും വൈയും എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? രണ്ടും ടി എന്ന് പറയുന്ന ഒരു തേർഡ് വേരിയബിളിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആയല്ലോ? എന്നിട്ട് നമ്മൾ ഈ പറയുന്ന ഫംഗ്ഷനെ നമ്മൾ പാരാമെട്രിക് ഫോമിൽ ഡിനോട്ട് ചെയ്യാൻ പോവാണ്. ക്ലിയർ ആയല്ലോ? സോ ഡി വൈ ബൈ ഡി എക്സ്, അത് എങ്ങനെ ഡിനോട്ട് ചെയ്യുക? ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറയുന്നത് നമ്മൾ ഇൻഡയറക്റ്റ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യണം. ഓക്കെ, നമുക്ക് ഡയറക്ട്ലി ഈ പറഞ്ഞ പോലെ എക്സിന്റെ വൈ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് വൈ വിത്ത് റെസ്പെക്ട് ടു എക്സ് നമുക്ക് ഡെറിവേറ്റീവ് കാണണം. പക്ഷെ അവിടെ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഈ വൈയും എക്സും ടീനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആയല്ലോ? സോ ഡി വൈ ബൈ ഡി എക്സ് നമ്മൾ എങ്ങനെ കൺസിഡർ ചെയ്യണം? ഡി വൈ ബൈ ഡി ടി, അതായത് വൈ വിത്ത് റെസ്പെക്ട് ടു ടി ഡിനോമിനേറ്ററിൽ വരും ആൻഡ് ന്യൂമറേറ്ററിൽ വരും, ആൻഡ് ഡിനോമിനേറ്ററിൽ എന്താ വരിക? ഡെറിവേറ്റീവ് ഓഫ് എക്സ് വിത്ത് റെസ്പെക്ട് ടു ടി. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, ഡി വൈ ബൈ ഡി എക്സ് ആണ് അല്ലേ. അപ്പോൾ ന്യൂമറേറ്ററിനെ ഡി വൈക്ക് പകരം ശരിക്കും വൈ ടീനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്, സോ നമുക്ക് ഡി വൈ ബൈ ഡി ടി എന്ന് എഴുതണം. അതുപോലെ എക്സ് ടീനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, സോ ഡി എക്സ് ബൈ ഡി ടി. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഡി വൈ ബൈ ഡി ടി ബൈ ഡി എക്സ് ബൈ ഡി ടി. ഇനി ഇതിനെ ചെറിയൊരു നൊട്ടേഷൻ കൊടുക്കുകയാണ്, ജി ഡാഷ് ഓഫ് ടി ഡിവൈഡഡ് ബൈ എഫ് ഡാഷ് ഓഫ് ടി. ക്ലിയർ ആയല്ലോ? ജി ഡാഷ് ഓഫ് ടി എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ഡി വൈ ബൈ ഡി ടി. ഓക്കെ, ഡി വൈ ബൈ ഡി ടി ആണ് ജി ഡാഷ് ഓഫ് ടി, ആൻഡ് എഫ് ഡാഷ് ഓഫ് ടി എന്താണ്? ഡി എക്സ് ബൈ ഡി ടി. അപ്പോൾ ഇങ്ങനെ നമ്മൾ വൈനെ ശരിക്കും പറഞ്ഞാൽ വൈ ഇൻ ടേംസ് ഓഫ് എക്സ് ആണ് ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടത്, പക്ഷേ ഈ എക്സും വൈയും ടീനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് കൊണ്ട് നമ്മളത് ഇതുപോലെ എക്സ്പ്രസ് ചെയ്യണം. അതിനാണ് പാരാമെട്രിക് ഫോം എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ്. മാത്തമാറ്റിക്കലി ഇഫ് വൈ ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ്, അപ്പോൾ സെക്കൻഡ് ഓർഡർ എന്ന് പറയുന്നത് നമുക്കറിയാം ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് എന്താ? വൈ ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സിന് ഒരു തവണ ഡെറിവേറ്റീവ് കാണും, അതാണ് ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ്. ഇനി അതിനെ വീണ്ടും ഡെറിവേറ്റീവ് കണ്ടുകഴിഞ്ഞാൽ അത് സെക്കൻഡ് ഓർഡർ ആയി. അപ്പോൾ അതുപോലെ നമുക്ക് n ഡെറിവേറ്റീവ്സ് കണ്ടുകഴിഞ്ഞാൽ അത് nth ഓർഡർ ഡെറിവേറ്റീവ് ആയി. ഓക്കെ, സോ y is equal to f of x ൽ നമ്മൾ ഒരു പ്രാവശ്യം ഡെറിവേറ്റീവ് കാണാം, ദാറ്റ് ഈസ് dy by dx എന്താ? f dash of x ആണ്. ക്ലിയർ ആയോ? ഇനി നമുക്ക് ഒരു തവണയും കൂടി ഡിഫറൻഷിയേറ്റ് ചെയ്യാം, ദാറ്റ് ഈസ് ഇഫ് f dash of x is differentiable then dy by dx നെ വിത്ത് റെസ്പെക്ട് ടു x ഒന്നും കൂടി ഡെറിവേറ്റീവ് കാണാം. അതിനെയാണ് സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. അതായത് d by dx ഓഫ് dy by dx അല്ലെ, ദാറ്റ് ഈസ് d square y by dx square. അതിനെയാണ് നമ്മൾ f ഡബിൾ ഡാഷ് ഓഫ് x എന്നാണ് ഡിനോട്ട് ചെയ്യുക. നെക്സ്റ്റ്, മീൻ വാല്യൂ തിയറം. അപ്പോൾ എന്താണ് മീൻ വാല്യൂ തിയറം? അപ്പോൾ നമ്മൾ ഈ നോർമലി ഡെറിവേറ്റീവ്സിലൊക്കെ ഒരു ആപ്ലിക്കേഷൻ ലെവലാണ് ഇത് വരിക. അപ്പോൾ മീൻ വാല്യൂ തിയറം എന്ന് പറയുന്നത്, അക്കോർഡിംഗ് ടു ദിസ് തിയറം, ഇഫ് എഫ് ഓഫ് എക്സ് ഇസ് ഡിഫൈൻഡ് ആൻഡ് ഇസ് കണ്ടിന്യൂസ് ഓൺ ദ ഇന്റർവൽ a, b, it can be differentiated on a, b, then we have at least one value c in the interval a, b wherein a less than c less than b such that f dash of c is equal to f of b minus f of a divided by b minus a. അപ്പോൾ മെയിൻ വാല്യൂ തിയറം എന്ന് പറയുന്നത് നമ്മൾ എഫ് ഓഫ് എക്സിനെ നമ്മൾ ഡിഫൈൻഡ് ആണ്, കണ്ടിന്യൂസ് ആണ്, ഏത് ഇന്റർവെൽ? ക്ലോസ് ഇന്റർവെൽ a, b. ഓക്കെ, പിന്നെ അത് മാത്രമല്ല ഈ എഫ് ഓഫ് എക്സിന് ഡിഫറൻഷ്യബിൾ ആണ് ഇൻ ദ ഇന്റർവെൽ a, b. ഇനി സി എന്ന് പറയുന്ന അറ്റ്ലീസ്റ്റ് ഒരു വാല്യൂ എങ്കിലും ഉണ്ടാവും ഈ പറഞ്ഞ എ ആൻഡ് ബിയുടെ ഇടയിൽ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എഫ് ഡാഷ് ഓഫ് സി, അതായത് നമുക്ക് എഫ് ഡാഷ് എങ്ങനെ കിട്ടാം? എഫ് ഓഫ് എക്സിന് ഫസ്റ്റ് ടൈം ഒരു തവണ ഡെറിവേറ്റീവ് കാണും, അപ്പോൾ നമുക്ക് എഫ് ഡാഷ് ഓഫ് എക്സ് കിട്ടും അല്ലേ. അപ്പോൾ എഫ് ഡാഷ് ഓഫ് എക്സ് കിട്ടി കഴിഞ്ഞാൽ ആ എക്സിന് സി കൊടുക്കുക. അപ്പോൾ എഫ് ഡാഷ് ഓഫ് സി എന്ന് പറയുന്നത് എന്തായിരിക്കും? എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ. ഈ എഫ് ഓഫ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? എഫ് ഓഫ് എക്സിലെ എക്സിന് ബി കൊടുക്കാം, അതേപോലെ എഫ് ഓഫ് എ എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സിലെ എക്സിനെ കൊടുക്കാം. അപ്പോൾ വാല്യൂസ് കിട്ടുമല്ലോ. സോ എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ഡിവൈഡഡ് ബൈ ബി മൈനസ് എ ആയിരിക്കും എഫ് ഡാഷ് ഓഫ് സി. ഇതിനാണ് മീൻ വാല്യൂ തിയറം എന്ന് പറയുന്നത്. ഇനി ലാസ്റ്റ് ടോപ്പിക്കാണ് റോൾസ് തിയറം.
അത് ഇതേപോലെ മീൻ വാല്യൂ തിയറത്തിനെ പോലെ തന്നെ റോൾസ് തിയറം വേറൊരു ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ് പോലെയാണ്. Let f of x be a real valued function defined in the closed interval a comma b such that f of x is continuous on a comma b, it is differentiable on open interval a comma b, and f of a is equal to f of b. Okay, then there exists at least one real number c in the open interval a comma b such that f dash of c is equal to 0. Clear ആയല്ലോ? അപ്പോൾ മെയിൻ വാല്യൂ തിയറത്തിൽ നമ്മൾ പറഞ്ഞത് f dash of c എന്താ f of b minus f of a divided by b minus a ആയിരുന്നു. ഇവിടെ നമ്മൾ പറയുന്നത് നമ്മൾ മൂന്ന് കണ്ടീഷൻസ് എന്താ, ഒന്ന് f of x കണ്ടിന്യൂസ് ആയിരിക്കും a comma b യിൽ, ഡിഫറൻഷ്യബിൾ ആയിരിക്കും a comma b യിൽ, പിന്നെ അത് മാത്രമല്ല f of a യും f of b യും ഈക്വൽ ആയിരിക്കും. ഓക്കെ, അതാണ് എടുത്തു പറയേണ്ട കണ്ടീഷൻ. f of a will be equal to f of b. അങ്ങനെയാണെങ്കിൽ then there exists at least one number, അതായത് ഒരു വാല്യൂ c within the interval a comma b such that f dash of c, f dash of x ൽ x ന് c കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്തായിരിക്കും, 0 ആണ് കിട്ടുക. ക്ലിയർ ആയോ? താങ്ക് യു.